ലോകം അനിശ്ചിതത്വത്തിലൂടെ കടന്നുപോകുന്നതിനിടെ ആഗോള സമാധാനത്തിന് വേഗം പകരാൻ ഹിന്ദുധർമ്മത്തിന് കഴിയുമെന്ന സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഗ്രാവിറ്റി നിലനിൽക്കുന്നത് പോലെ തന്നെ ധർമ്മവും ഇവിടെ നിലനിൽക്കും. എല്ലാവരുടെയും സൗഖ്യമാണ് നമ്മുടെ കാതലായ തത്വം. എല്ലാ ഹിന്ദു സമൂഹത്തെയും ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യം നേടുന്നതുവരെ മുന്നോട്ടു പോകണം. പഞ്ചപരിവർത്തനം എന്ന മന്ത്രം സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്നതിന് സ്വയം സേവകർ ഏറ്റെടുക്കുന്ന അടുത്ത ദൗത്യമാണെന്നും സർസംഘചാലക് പറയുകയുണ്ടായി. RSS ശതാബ്ദിയുടെ ഭാഗമായി നടക്കുന്ന 100 വർഷത്തെ സംഘയാത്ര പുതിയ ചക്രവാളങ്ങൾ എന്ന പ്രഭാഷണ പരമ്പരയുടെ 2ാം ദിവസം സംസാരിക്കുകയായിരുന്നു സർസംഘചാലക്. ഡൽഹി വിഗ്യാൻ ഭവനിലാണ് പ്രഭാഷണ പരമ്പര നടക്കുന്നത്. अब ये बात 40 साल पहले भी हमारे द्वितीय सरसंघचालक पूजनीय गुरु जी उनके भाषणों में कई बार आई है. रज्जू भैया सरसंघचालक थे, उसके बाद उन्होंने सुदर्शन जी को सरसंघचालक बनाया. उसके पहले 1-2 प्रतिनिधि सभा पहले उनका प्रतिनिधि सभा में उन्होंने कहा था कि अब हमको विश्व की बात करनी चाहिए. तो विचार तो पहले से था, परंतु ये विचार बोलने में तो था हमारे, लेकिन हम कहते किसी को, आज जो मैं बोल रहा हूँ वो उस समय अगर मैं बोलता, एक तो बुलाने से आप आते नहीं क्योंकि हमारी वो स्थिति नहीं थी, और आकर भी आप सुनते नहीं. अगर सुनते तो कहते कि ये कुछ सपना देख रहे, ये होने वाला है नहीं. भारत की भी वैसी स्थिति नहीं थी, आज है. आज भारत की वैसी स्थिति है, आज संघ की ऐसी स्थिति है. जो मैंने कहा अनुकूलता है, क्यों है? सारा समाज मानता है, विचार को मानता होगा, नहीं मानता होगा, परंतु हमारी साख को मानता है, उसका विश्वास है. और इसलिए हम कुछ बात कहते हैं तो समाज सुनता है, और इसलिए 100 साल पूरे हो रहे हैं. आगे का पड़ाव क्या है? तो आगे का ये पड़ाव रहेगा हमारा कि जो हम संघ में कर रहे हैं वो सारे समाज में हो. चरित्र निर्माण का काम, देशभक्ति जगाने का काम, और सारे समाज में हो नहीं रहा ऐसा नहीं है, करने वाले लोग हैं. यही काम अन्य अन्य पद्धति से करने वाले लोग हैं, व्यक्तिशाह करने वाले लोग हैं, संगठन भी है. उत्तम चारित्र संपन्न जीवन निर्माण करना अपने उदाहरण से, ऐसा जीवन जीने वाले व्यक्ति है. ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയായിരുന്നു സർസംഘചാലകിന്റെ വാക്കുകൾ? അനു, ഇന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഈ 2ാം ദിവസവും സർസംഘചാലകൻ്റെ ഭാഗത്തുനിന്നും ശ്രദ്ധേയമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ സ്വയം സേവകരെക്കുറിച്ചും സ്വയം സേവകത്വം എങ്ങനെ ആർജിച്ചെടുക്കുന്നു എന്നതിനെക്കുറിച്ചും അദ്ദേഹം സ്പഷ്ടമായി പറയുകയുണ്ടായി. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ലക്ഷ്യത്തിനായുള്ള സമർപ്പണം, അതാണ് RSSൻ്റെ അടിത്തറ എന്നാണ് അദ്ദേഹം പറയുന്നത്. RSS 100 വർഷമായി ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ അടിത്തറ എന്താണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ്. അദ്ദേഹം അതിൽ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്യത്തിനായുള്ള സമർപ്പണം, അതാണ് RSSൻ്റെ അടിത്തറ എന്ന് അദ്ദേഹം പറയുന്നു. തങ്ങളുടെ ലക്ഷ്യം വിജയിച്ചാലും ഇല്ലെങ്കിലും, തങ്ങളോട് എതിർത്ത് ആളുകൾ നിന്നാലും അനുകൂലിച്ചാലും, അത് ഏത് തരത്തിൽപ്പെട്ട ആളുകളായാലും ഹിന്ദുക്കളെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘത്തിൽ യാതൊരു പ്രലോഭനവുമില്ല എന്ന് സർസംഘചാലക് പറയുന്നു. എന്നാൽ സ്വയം സേവകർ ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതിനാലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, അവരുടെ പ്രവർത്തനം ലോകക്ഷേമത്തിനായി സമർപ്പിതമാണെന്ന സത്യമാണ് സ്വയം സേവകരെ പ്രചോദിപ്പിക്കുന്നത് എന്നും ഇന്ന് സർസംഘചാലക് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ലോകം അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്ന ആഗോള പരിതസ്ഥിതിയുണ്ട്, അവിടെ സമാധാനത്തിന് വേഗം പകരാൻ ഹിന്ദു ധർമ്മത്തിന് മാത്രമേ സാധിക്കൂ എന്നാണ് സർസംഘചാലക് പറയുന്നത്. എല്ലാവരുടെയും സൗഖ്യം, അതാണ് നമ്മുടെ കാതലായ തത്വം
എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എല്ലാ ഹിന്ദു സമൂഹത്തെയും ഒരുമിപ്പിക്കുകയെന്ന ലക്ഷ്യം നേടുന്നതുവരെ മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. പഞ്ചപരിവർത്തനം എന്ന മന്ത്രം സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്നതിന് സ്വയം സേവകർ ഏറ്റെടുക്കുന്ന അടുത്ത ദൗത്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ദിവസമാണ് ഈ പരിപാടിയുടെ സമയം എന്ന് പറയുന്നത്. ഇതിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, മാധ്യമ മേധാവിമാർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നാടിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ ഈ 100ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഈ 3 ദിവസത്തെ പരിപാടിയിലേക്ക് എത്തുന്നു. വിഗ്യാൻ ഭവനിലാണ് പരിപാടി.